കടന്നുള്ളിയകത്ത് കണ്ണന്തത് മാളിക്കാത്തനോളിക്കൊത്ത് എന്നെന്ത താത്തങ്ങ കേട്ടിട്ടും തീർന്നാ ഒന്നുകൂടെ പാടൂ ഇല്ല ഒന്നുകൂടെ ആ പാടിയേ ഇത്രേ പാടത്തുള്ളൂ ഏത് പാട്ട് ശിവ ഡീ നമുക്കേ ഓരോ ദിവസവും ഓരോ ലെയർ പൂക്കളായിട്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരാം അതാകുമ്പോ ഓണം ആകുമ്പോഴത്തേന് വലിയൊരു പൂക്കളം കിട്ടും. അത് ശരിക്കും പറഞ്ഞ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് എനിക്കറിയായിരുന്നു, നിനക്കറിയാമെന്ന് ഞാൻ നോക്കിയതാ. ആണോ? ടെസ്റ്റ് ചെയ്തതാ? അതെ അതെ. ഏത് പൂ തരാമോ? ഏത് പൂ? നിനക്ക് ആ പൂ തന്നെ വേണല്ലോ. ഇവിടെ ഇത്രയും പൂ കിടന്നിട്ട് ആ പൂ. ഇടി കഷ്ടപ്പെട്ട് ചേച്ചി പോയിട്ട് ചേച്ചിയും ചേട്ടനും ഇതൊക്കെ പറിച്ചിട്ട് വന്നതല്ലേ, ഇതൊക്കെ എടുക്കാമോ? ഇത് തരില്ല, ഇത് തരില്ല. എടാ നിനക്ക് എടാ ഇത് ഈ പൂ ഇരിക്കട്ടെ, പാറു ചെറിയ പൂ വേണ്ടേ? വേണ്ടെങ്കിൽ ചേച്ചി വേണ്ടെന്ന് പറഞ്ഞു, തരണ്ടെന്ന് പറഞ്ഞു. എടാ പൂവുണ്ടാവൂലോ അവസാനം ഇട്ട് തീർക്കുമ്പോഴേക്കും. പാറുവേ പാറുവേ അതിന് പറഞ്ഞല്ലേ തരൂലെന്ന്. ആ ചുമ പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്ത് ചെയ്യോ? അടി പാറുവേ, ഞാൻ പറഞ്ഞേ അടി കിട്ടുവേ. അച്ഛൻ്റെ അടുത്താ? നീ പോയി പറ. പോ പോ പോ. ചീത്ത കുട്ടികളോടൊപ്പം ഞങ്ങൾക്ക് പൂരണ്ട. പോ പോ. എവിടെ പോണ്? അച്ഛൻ്റെ അടുത്ത് പറയാൻ പോയിരിക്കും മേഡം. വലിക്കരുത്, തൊട്ട പിടിച്ച്. എന്ത് പറ്റി? എന്താണ് വഴക്ക് പറഞ്ഞാരെങ്കിലും? ഓന് മൊക്ക വന്നോ? ആന എന്തിനാ വഴക്ക് പറഞ്ഞേ? അയ്യോ അറിയത്തില്ല. ആന എവിടെ? ആ അതായിരിക്കോട്ടെ. ആനി വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. അവൾ അങ്ങോട്ട് വഴക്കിടാൻ സാധ്യത. നോക്കാം, വാ വാ പോയി നോക്കാം. വാ പറ. ഇന്ന് ആരി എവിടെ എവിടെ ഇരിക്കണം അവള്? എവിടെയാണ്? എവിടെ? നീ കൊച്ചിനെ വഴക്ക് പറഞ്ഞാ? ചെന്ന് പറഞ്ഞു കൊടുത്തല്ലേ അച്ഛാ, ഇവൾക്ക് പൂക്കളത്തിന്റെ സെന്റർ പീസ് തന്നെ വേണം അത്ര. ഞാൻ പറഞ്ഞു തരൂരാന്ന്. അപ്പത്തേക്കും ഭയങ്കര ചിണുങ്ങിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞൊരു പോക്ക്. ഞാൻ പറഞ്ഞില്ല അപ്പൊ തന്നെ അവളായിരിക്കും വഴക്കുണ്ടാക്കിയെന്ന്. വഴക്കുണ്ടാക്കിയേ നിപ്പുണ്ടോ കുറുമ്പി? അച്ചോ അച്ചോ, പൂക്കളം എങ്ങനെയുണ്ട്? പൂക്കളം എങ്ങനെയുണ്ട്? ഇതിപ്പം കൊള്ളാം അല്ലേടി, പക്ഷെ കറക്റ്റ് റൗണ്ടാ വരണം. നെയ്യാറ്റിക്കരയില് അല്ലേടി? നെയ്യാറ്റിക്കരല്ലേ നമ്മളെ അത്തേടല്ലേ? പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. എടാ നമ്മളെ മുറ്റല്ലേടാ, ആ മുറ്റത്തിൽ അങ്ങ് അറ്റ അരുവ് പിടിച്ച് വരും. വന്ന് ഒരു പൂവ്, രണ്ട് പൂ, ജമ്മന്തി പൂ, പിച്ചിപ്പൂ, നന്ദിയാറ് വട്ടം, ഇങ്ങനെ തുളസി പൂ വന്ന് 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 നടുക്ക് വരുമ്പോൾ ഈ പൊക്കം കാണാൻ ഗണപതി. അന്ന് സുരേന്ദ്രൻ രാജേന്ദ്രൻ കൂടെ നമ്മൾ ചെറിയൊരു കുട്ടയും കൊണ്ട് പോകും പൂറിക്കാൻ. ഞാൻ ഈ പശുവിന് വൈക്കോല് പറിക്കുന്നില്ലേ, വല്ലം വലിയ വല്ലം കൊണ്ടാണ് ഞാൻ പോണത്. വല്ലത്തെ പുല്ലല്ലേ പറിക്കാറ്? എടി എനിക്ക് ഈ ചെറിയ പൂക്കുട്ടയിൽ നിന്ന് പറിച്ചാൽ തൃപ്തിയാവില്ല. എനിക്ക് വലിയ വല്ലം തന്നെ വേണം. കാരണം നമുക്ക് മാത്രമല്ലല്ലോ, നാട്ടുകാർക്കെല്ലാം ഇവിടെ വാങ്ങിക്കില്ല. കളിയാക്കണടാ, കളിയാക്കണ കളിയാക്കിയ തന്നെടാ. നമ്മുടെ നൊസ്റ്റാൾജിയൊക്കെ നിനക്ക് പുച്ഛമാണടാ അല്ലേ? അച്ഛൻ നൊസ്റ്റാൾജി അയവറക്കാരി ഞാൻ ഇവിടെ പശുവാ അച്ഛോ. ആ കാര്യം വിട് അച്ഛൻ, ബാക്കി കഥ പറ. ഇങ്ങനെ കഥ പറഞ്ഞാൽ നല്ല ഫ്ലോയിട്ട് പറഞ്ഞോണ്ട് നമുക്ക് ഒരുമാതിരി കളിയാക്കി. കോട്ടുമായിട്ട് എനിക്ക് ചായ വേണ്ട. ഒരു പൂ കറക്റ്റ് എടുത്തിട്ട് മാറ. എവിടെ പോണ? എവിടെ പോണ? രണ്ടാളും കൂടി പൂക്കളം കാണാൻ. പൂക്കളം കാണാൻ വന്നിരിക്കുന്നു. ഫോട്ടോ ആയിട്ട് പല്ലൊക്കെ വെച്ചാൽ കുളിക്കണം. എന്തിനു വെറുതെ അടിച്ച് കൈകളാണ് നന്നാവില്ല. ഉച്ചക്കാണ് പൂക്കൾ പറഞ്ഞത്. പോയേട്ടാ പോയേട്ടാ, കുറച്ചും കൂടി വൃത്തിയാക്കാനുണ്ട് കേട്ടോ. എന്താ ആക്കണ? ഞാൻ ശരി തന്നെ പറഞ്ഞത്. അവിടെ അവിടെ മരിക്ക് വെച്ച് പൂവിന്റെ സൈഡിലൊക്കെ ആയിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ,
ഒരു പായസം ഉണ്ടാക്കിയാലോ? പായസം ഉണ്ടാക്കാം. അതാകുമ്പോ എത്ര നാളെ പായസം കുടിച്ചിട്ട്. അല്ല ഇപ്പം പായസം ഉണ്ടാക്കാൻ തോന്നലെന്ത്? അല്ല രാവിലെ അവിടുത്തെ അത്തക്കളൊക്കെ കണ്ടപ്പോ പായസം കുടിക്കാൻ. ഓ അങ്ങനെ ഉണ്ടാക്കാം ഉണ്ടാക്കളെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പാലട പായസം ഉണ്ടാക്കാം. പാലട ഒന്നും വേണ്ട, നമുക്ക് പരിപ്പ് പായസം ഉണ്ടാക്കാം. പരിപ്പ് പായസം ഉണ്ടാക്കാം. പാലട വേണ്ട, പാലട മതി. പാലട എന്തിനമ്മ പാലട ഉണ്ടാക്കമ്മ? ഏതുണ്ടാക്കുന്നു? പരിപ്പ് പായസം ഉണ്ടാക്കാന്ന്. ഇല്ല പാലട അമ്മ പ്ലീസ് അമ്മ പാലടമ്മ. എടാ നില്ലടാ, ഇപ്പൊ പരിപ്പ് പായസം ഉണ്ടാക്കാം. വേറൊരു ദിവസം പാലട ഉണ്ടാക്കാം. അല്ലൊരു കാര്യം ചെയ്യാം, ഇപ്പൊ നമുക്ക് പരിപ്പ് പായസം ഉണ്ടാക്കാം, വേറെ ദിവസം നമുക്ക് പരിപ്പ് പായസം ഉണ്ടാക്കാം. അച്ഛാ അമ്മ പാലട മതി അമ്മ, പാലട മതി. പരിപ്പ് പായസം ഉണ്ടാക്കട്ടെ, വേറെ ദിവസം ഉണ്ടാക്കി തരടേ. ശരി. എന്തോ ഇതാണ് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ. അപ്പൊ തേങ്ങ എണ്ണണം. ചിരണ്ടിക്കോ മുടിയാ തേങ്ങ എല്ലാം തേങ്ങ കട്ട് ചെയ്ത തേങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എടാ. നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യും. ചായ കുടിക്കാ നന്നായിട്ട് തരുമോ? വിഷനാണോ തേങ്ങ പറഞ്ഞേ? എന്താ വിഷ്ണുച്ചാണോ തേങ്ങ തരുമ്പോ വീഴില്ലേ? എന്തോ ആടാ ചേച്ചി, ഇതെന്തോന്ന് പാത്രത്തില്? പായസം. എന്ത് പായസാ? പാലട. പാലട അമ്മ, പാലട അച്ഛാ പാലട. നീല് പാലട, അവള് പാലടായിട്ട് എത്തി, നീ പാടുപെടും. ഞാൻ കുടിക്കാതാ. എടാ പായസം പിന്നെ കുടിക്ക. നീ തേങ്ങ ഇടാൻ നോക്ക്. തേങ്ങ പാലട പായസം കണ്ടിട്ടില്ലേ? ചേട്ടൻ ഇറക്കാ കുടിച്ചിട്ട് ശിവ പിടിച്ചേ ചെരണ്ടടേ വിഷോട്ടാ. ഞാൻ തേങ്ങ ഇറണ്ടി തരാം. അവൻ ചിരണ്ടിക്കോളും, അവൻ ചിരണ്ടിക്കോളും. മോളെയുണ്ട, അവൻ ചിരണ്ടിക്കോളും. അമ്മ എന്റെ എന്തെങ്കിലും സഹായം വേണോ? ഇപ്പൊ ചെയ്തോണ്ടിരിക്കണ ജോലി നിർത്തിട്ട് പോടർക്കാ. ചില്ലറാണ്ട് എല്ലാം കൂടെ തിന്നണ പായസത്തിന് തേങ്ങ വേണ്ടേ? പരിപ്പ് പരിപ്പ് പായസം അടപടലം പോയി. പരിപ്പ് പായസം കഷ്ടമാണ് നോക്കണേ. നീലുവേ, അവള് പാലടയായിട്ട് വന്നു. എങ്ങനെ ഓർഡർ കാണാൻ വന്നേ? കഷ്ടം, പടവലം പൊട്ടി. എടി ഇവിടെ പായസം വെക്കാന്ന് പറഞ്ഞപ്പോ നമ്മളെന്ത് പായസം വെക്കാന്ന് പറഞ്ഞു? പരിപ്പ് പായസം. അവനോ മുടിയനോ പാലട. പാലട വെക്കാന്ന് പറഞ്ഞു. പാലട വെക്കാന്ന് പറഞ്ഞു. അവൾ എന്ത് പായസമാണ് കൊണ്ടുവന്നത്? പാലട പായസം. അവൻ പറഞ്ഞപ്പോ അവള് കൊണ്ടുവന്നത് പാലട പായസം. അവൻ പറയുകയും അവള് കൊണ്ടുവരികയും ചെയ്തു. അതെങ്ങനെ? സംതിങ് ഫിഷി. ഫിഷിയാ? എന്തോ ചീഞ്ഞ് നാറിനില്ലേ? മണത്തോക്ക് ഇല്ലല്ലോ. എളുത്തുമണ. എളുത്തുമണേ? കഷ്ടം. എന്തോ ഒരു തള ചീഞ്ഞ് നാറിനുണ്ട് ഇവിടെ. പായസോ? അവൻ മനസ്സിൽ കാണുമ്പോ അവള് മാനത്തുണ്ട്. ഓ അത് വെള്ളം വിളിച്ച് പറയാ. അപ്പൊ അവൻ പറഞ്ഞാണോ അവള് കൊണ്ടുവന്ന? അതാണോ അനുഭവിച്ചോ? എനിക്ക് ആഴ്ച കൊണ്ട് വന്നേക്കുന്നുണ്ട്. ചൂട് പാലട പറഞ്ഞല്ലോ, പാലടയാണല്ലോ. വിഷ്ണുണ്ടോ എന്തോ വിഷ്ണു ഇവിടെ ഇരിക്കണ? നമുക്ക് അങ്ങോട്ട് പോയാലോ? പോയിരുന്നു നിന്റെ പെരുമാറ്റം മൊത്തത്തില് ബോറാണ്ടാ. മൊത്തത്തില് ബോറാണ് നിന്റെ പെരുമാറ്റം. കാണിച്ചത് നീ അടുക്കള വന്നിട്ട് എന്തോന്ന് കാണിച്ചത്? അടുക്കള വന്നിട്ട് എന്താന്ന് കാണിച്ചത്? അവിടെ തേങ്ങ ഇറണ്ടിരുന്നപ്പോ അത് കയറി കമിഴ്ന്ന് വീണ എല്ലാം തെറിപ്പിച്ചിട്ട് അമ്മ ഇപ്പൊ ഓടിപ്പിച്ചത്. നിന്റെ പ്രായത്തിന് പറ്റിയ സ്വഭാവമാണോ നീ പ്രവൃത്തിയാണോ പഠിച്ചത്? നിന്റെ പ്രായത്തിന് പറ്റിയുള്ള പ്രവൃത്തിയാണോ നീ ചെയ്തത്? ഏട്ടനോടുത്ത് കഴിച്ചു, എല്ലാവരും കഴിച്ചു, അതിന്റെ പോലെ ഞാനും കഴിച്ചേ. ഇത് എന്ത് പറഞ്ഞാലും കരയണം എന്തിനാണ്? എന്തിനാണ് ചുമ്മാ കരയണം എന്തിനാണ്? ഇങ്ങനെ കരയണം എന്തിനാണ്? സങ്കടം കരഞ്ഞു കുഴപ്പമില്ല. കരയണ ഒരു ഇതല്ലേ? ഒരു മനുഷ്യന്മാർ ഇങ്ങനെയാണ് കരയണത് സാധാരണ. പിന്നെ സാധാരണ മനുഷ്യന്മാരെ എങ്ങനെയാ കരയണ വിഷ്ണുട്ടോ? ഞാൻ കാണിച്ചു തരാം. നമുക്ക് എന്തെങ്കിലും സങ്കടമോ നിങ്ങൾ കരച്ചിൽ വന്നു കഴിഞ്ഞാൽ മതി.
അത്ര മതി. എന്നീ ചിരിച്ചു വന്നു. ചിരിച്ച് എന്തിനാ ഇങ്ങനെ ഇരിക്കണത്? ഇത്ര ചിരിക്കേണ്ട, ഓവറായിട്ട് ചിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കാണിച്ചു തരാം. അത്ര മതി. കുറച്ചും കൂടി കുറയ്ക്കാം, കുഴപ്പമില്ല. അത്ര മതി. പിന്നെ അച്ഛനൊന്ന് വിളിച്ചേ. എന്താണ്? അപ്പുറത്തെ ജില്ലയിലാണ് അച്ഛൻ. അപ്പുറത്തെ ജില്ലയിലാണ് അച്ഛൻ. അകത്തല്ലേ? എന്തോ രണ്ടും കൂടെ പ്രാരാബ്ദം പറയണ. അതിന്റെ ആവശ്യമില്ല. മിക്കവാറും ധാരണാപത്രത്തിൽ ഒപ്പിടും. പകരം വീടിന്റെ പ്രമാണം പോലെ അടിച്ചു വെച്ച് അവളെ കൈ കൊടുക്കും. ഓർക്കാൻ മുറിയേ. കുറച്ച് നീട്ടോ. അമ്മ. ഓക്കെ. ശിവ. വിഷ്ണുവേട്ടാ. വിഷ്ണുവേട്ടാ. അതന്നെ. പിന്നെ നിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് ഇതിന്റെ ഭാഗത്ത്. ഇനിയും പ്രശ്നം? ഏറ്റവും വലിയ പ്രശ്നം. സാധാരണ മനുഷ്യൻ എങ്ങനെ നടക്കണം? എങ്ങനെ നടക്കണത് അല്ലേ? എങ്ങനെയാണ് നടക്കണത്? ഞാനും അങ്ങനെ തന്നെ അല്ല നടക്കണത്. ഇല്ല, നീ നടക്കണ അനുസരാ. എന്തിനാ ഇങ്ങനെ നടക്കണം? എന്തിനാ ഇങ്ങനെ ചെറിയ എന്തിനാ ഇങ്ങനെ നടക്കണം? തലയൊക്കെ തെറിച്ചു. എന്തിനിങ്ങനെ ആട്ടി നടക്കണത്? മര്യാദ കിടന്നവര്. എന്തിനൂടെ പായസം ഇളക്ക്, നന്നായിട്ട് ഇളക്ക്. അവൻ പോയി. അവൻ ഇപ്പൊ പോകുന്നു. എവിടെ പോണേ? എടി അവള് അവനെ വളച്ചോണ്ട് പോകുന്നു. വളച്ചോണ്ട് പോകുന്നോ? എടി പാലട അവള് കൊണ്ടുവന്ന് അവനെ വളയ്ക്കാൻ നോക്കി. അവൻ പാലട ഉണ്ടപ്പം വളഞ്ഞു കുത്തി അവളെ മുമ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. ഏത് സമയം അവള് വിളിച്ചോണ്ട് പോകും. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം. അവള് കൊണ്ടുവന്ന പാലട അവൻ കുടിക്കരുത്. കാരണം അതിൽ കൂടോത്രം ഉണ്ട്. ഇവന്റെ മയക്കെടുക്കള കൂടോത്രം ഉണ്ടെന്ന്. ആ കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. അയ്യോ പിന്നെ കുടിക്കാതിരിക്കാൻ നോക്കണം. ഞാൻ നോക്കിക്കോളാം. അമ്മ, പായസം ചൂടാക്കുള്ള പാത്രം ഇടാം. പായസം ചൂടാക്കുള്ള പാത്രം തലയിൽ എടുത്തോണ്ടോ? എന്ത് കോമഡി അമ്മ പറയണ നോക്കി അമ്മയുടെ തലയിൽ. നിന്നെ കോമാളി. അമ്മ, പാത്രം. പൂജ, പാത്രം വർക്കേരിയില്. വർക്കേരിയല്ലേ? പാത്രം തൊട്ടിട്ട് എന്തൊരു അനുസരണ. പൂജ എന്താടാ? എന്തമ്മ? എന്ത്? ഒന്നുമില്ല. പാത്രം കിട്ടി. അച്ഛ ഒന്ന് മാറും അച്ഛ. തിളപ്പിക്ക. അമ്മ, പായസം തണുത്തിരിക്കല്ലേ, അപ്പൊ വിഷ്ണുവിനെ കുറച്ച് ചൂടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റോടുകൂടി കുടിക്കാമല്ലോ. അച്ഛ പായസം എടുക്കട്ടെ അച്ഛ, ഒന്ന് മാറിച്ചോ. ഇതന്നല്ലേ? അതന്നെ. അച്ഛ ഒന്ന് മാറച്ച, ചൂടാക്കട്ടെ. പറയുമ്പോ ചാടിക്കളിക്കുന്ന കൊരങ്ങ. പാലട കൊടുക്കട്ടെ. ഞാൻ ഇല വെട്ടിക്കൊണ്ടുവരട്ടേന്ന്. എന്നാലും ബാലു, അവളുടെ പാലട കണ്ടപ്പോഴത്തേക്ക് എന്റെ പരിപ്പായസത്തിന് ഒരു വിലയില്ല അവന്. രോഹി, നീ വിഷമിക്കണ്ട. ആ പായസം മൊത്തം ഞാൻ ഒറ്റ കുടിച്ചു കൊടുത്തോളാം. അത് വേണ്ട, കുട്ടികൾക്കും കൂടെ കൊടുക്കാം. നീ എല്ലേട്ടാ പോ. അവളെ പായസത്തെ പറ്റി നീ ഓർക്കണ്ട. എനിക്ക് നിന്റെ നീരൂന്റെ പൈസയുടെ പായസം. ഓർക്കണ്ടെന്ന് പറയാനും നീ എല്ലേട്ടിച്ച് പാടി പോകാൻ പറ. ആക്ക് വേണം അവളെ പായസം. അതെ, ആ പായസം നമുക്ക് കളഞ്ഞാലോ? അങ്ങനെ അത് നമ്മളത് ചെയ്യാൻ പാടില്ല. ഷാട്ടോ, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ ശ്രദ്ധിക്കാനുണ്ടോ? എന്റെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒന്നിലും ആർത്തി വേണ്ട. അല്ല, ഞാൻ പറഞ്ഞ സാവധാനം. ക്ഷമയാണ് നമ്മുടെ എല്ലാത്തിനും ഒരു പേഴ്സണാലിറ്റിന്റെ ഒരു ഇത്, ക്യാരക്ടറിന്റെ. മനസ്സിലായി? ക്ഷമ. എനിക്ക് നല്ല ക്ഷമ ഉണ്ട് ഷാട്ടോ. വിഷ്ണുടം പറഞ്ഞ ഞാൻ എന്തും ചെയ്യുമല്ലോ.
ചൂടായിട്ടുണ്ടാവും. ഓക്കെ, മാറ്റി വെച്ചാലോ? നോക്കിയേ മാറിക്ക് അച്ഛൻ്റെ പായസം. ഏട്ടാ, ഒരു അടപ്പ് വേണമല്ലോ. നല്ലായിരിക്കോ? നല്ലതാണ്. പായസത്തിന്റെ കാര്യം ഇതങ്ങ് കഴുകാനിട്ടേക്കാം. ഏട്ടാ, ഒരു ഗ്ലാസ് പായസം എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, ചൂടൊക്കെ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കുടിക്കാം. ശരി, ഒരുമിച്ച് കുടിക്കാം. ഓക്കെ. ഓക്കെ, ഒരുമിച്ച് കുടിക്കാം. എന്തായാലും വണ്ടി പോവല്ലേ? കാണിച്ചേരാടി, നിനക്കെന്റെ നീരുമായിട്ട് പന്തായി വെക്കണല്ലോ ഈ പായസത്തില്. കാണിച്ചേരാടി, പത്ത് ഗ്യാസ് ഇരുന്റെ വെട്ടത്തെത്തൂരടി. താങ്ക് യു. പരിപ്പ് പായസം കഴിച്ചിട്ട് വേണമെങ്കിൽ മാത്രം പാലട കഴിച്ചാൽ. എനിക്ക് പാലട മതി, എനിക്ക് പാലട പായസം. അപ്പൊ നിനക്ക് ഒഴിക്കണോ അല്ലേ? ഇല്ല, എനിക്ക് പാലട. അമ്മ എനിക്ക് ഒഴിക്കാമാ. ഇതിലോട്ട് കുറച്ച് ഒഴിച്ചിട്ട് അത് വേണ്ടത് അവൾക്ക് എന്തിനാ കൊടുക്കണേ? അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല എനിക്ക് പാലട ഇഷ്ടം. നന്നായിട്ട് കഴിച്ചോളൂ. കഴിച്ചോ കൃഷ്ണേട്ടാ. പഴം വേണോ? പഴം കൂടി കഴിച്ചോ കൃഷ്ണേട്ടാ. സൂപ്പർ ആണോ? അടിപൊളി. പിന്നെ പാലട പായസം അടിപൊളി. ചേട്ടാ ഇങ്ങോട്ട് നോക്ക, അമ്മയുടെ പരിപ്പ് പായസം ഇടിവെട്ട് പരിപ്പ് പായസം ആയിരിക്കും. ഇങ്ങോട്ട് നോക്കേട്ടാ. ഉപ്പ് പായസോ? ആരുപ്പിട്ട്? അയ്യോ, ഉപ്പ ഭയങ്കര ഉപ്പുമാ. പായസത്തിൽ എങ്ങനെ ഉപ്പ് വന്നേ? വന്ന് കഴിച്ചു നോക്കാം. അയ്യോ, പായസത്തിൽ ഉപ്പ് പറഞ്ഞേ? നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. ഉപ്പ് അയ്യോ, പായസത്തിൽ ആരും ഉപ്പിട്ടെ? ആരും ഉപ്പിട്ടത്? ഞാനല്ലമ്മ. അയ്യോ, എന്നെ തോപ്പിക്കാൻ വേണ്ടി എന്റെ പായസത്തിൽ നിന്ന് ഉപ്പിട്ടല്ലേ? ഞാൻ ഇട്ടില്ലേടാ. നിനക്ക് നാണം കെട്ടാനെ. നിന്റെ സ്വന്തം പെറ്റ തള്ളേരെ പായസത്തിൽ ഉപ്പാരിക്കണോടാ നീ. നാണം ഉണ്ടാ നിനക്ക്? നോക്കി കഷ്ടപ്പെട്ടോ വെച്ചത്. അപ്പൊ ഇതായിരുന്നു എന്റെ അടുക്കളയിൽ നിന്ന് രണ്ടും കൂടെ കയ്യും കാണിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരുന്നേ. അയ്യോ, ഇതൊന്നല്ല, വേറെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇതിനാണ് നിന്നെ എത്രമാത്രം ഞാൻ സ്നേഹിച്ചിട്ടുണ്ടാ. എന്നിട്ട് നിനക്ക് അവക്ക് വേണ്ടി നീ എന്റെ പായസത്തിൽ ഉപ്പ് വാരിയിട്ടില്ലടാ. ഞാൻ വാരിയിട്ടില്ല ഉപ്പ്. വേണ്ട, ഇത് ആര് വാരിയിട്ടാലും പോട്ടെ, അവരെ വിട്. പോട്ടെ. ശരി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്ന് വിചാരിച്ച എന്നെ തോപ്പിക്കാനൊന്നും പറ്റില്ല. അമ്മ, ഞാനല്ല അമ്മ. അമ്മ, ഇവിടെ ഇത്രയ്ക്ക് വേറെ പെറ്റ തള്ളയുടെ പായസത്തിലാണ് ഉപ്പിട. ഈ വാറ നരാതവൻ. എന്ത് മോളെ, കുറച്ച് പാൽ പായസം
ആ ഇഷ്ടമായിട്ടുണ്ട്. എന്ത് ചെയ്യാം മക്കളെ? പഴം എടുക്കടാ. പപ്പടം എടുത്തോളാം. നല്ല കൈപ്പിടിക്കാം. Mm-hmm.